നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 4ാം ഘട്ട മത്സരങ്ങളാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രൂപത്തിലും ഭാവത്തിലും പുത്തൻ ദൃശ്യാനുഭവം തന്നെയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ 2 റൗണ്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്: സംവാദം, കഥാപാത്ര ഭാവ അവതരണം. അപ്പൊ നമുക്ക് ആരംഭിക്കാം. വജ്രവ്യൂഹം. വജ്രവ്യൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വേദി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് വിളിക്കാനുള്ളത് നമ്മുടെ കുട്ടികളെയാണ്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട്. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയം കാസർഗോഡ്. അങ്ങനെ 4 പേരും റെഡി ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടല്ലേ. നമുക്കൊന്ന് പേര് പറഞ്ഞു പരിചയപ്പെട്ട് തുടങ്ങാം. പ്രാർത്ഥന. പ്രാർത്ഥന എത്രാം ക്ലാസ്സിലാ? ഞാൻ 9th. മോള്? ആർദ്ര 11th. ഞാൻ വൈക 10th. ധ്വനി 8th. പിന്നെ നമ്മുടെ പെർഫോമൻസിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അഭിപ്രായമായിരുന്നു. ആണോ? കുറെ പേര് അറിയാത്തവരൊക്കെ അറിഞ്ഞു. അതെ. അപ്രിസിയേഷൻ ഒക്കെ അത്യാവശ്യം കിട്ടി. നന്നായി കിട്ടി. ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ് ഒക്കെ വന്നിട്ട്? നല്ല അഭിപ്രായം. നല്ലായിരുന്നു. നിങ്ങൾ ക്വിസ് റൗണ്ട് അങ്ങനെയല്ലേ അതോ? ഡം ഷറേറ്റ്സിന് ഫസ്റ്റ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ഡിബേറ്റിന് തന്നെയായിരുന്നു. ഞാൻ കഥാപ്രസംഗത്തിന്. ഇപ്പൊ പിടുത്തം കിട്ടി. ഞാൻ ഇത് എവിടെയാണെന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം കളം മാറ്റി പിടിച്ചല്ലേ? ചെറുതായിട്ട്. ഓക്കെ. അപ്പം ഇന്ന് എന്താണ് സബ്ജക്റ്റ് എന്ന് ആരാ പറയാൻ പോണേ? പറഞ്ഞു. വിഭീഷണന്റെ ശ്രീരാമ പ്രാപ്തി നീതിയോ എന്നതാണ് ഇവിടുത്തെ സബ്ജക്ട്. ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. ഇനി ആരനുകൂലിച്ച് പറയണം, ആര് പ്രതികൂലിച്ച് പറയണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനല്ല, സ്വാമിജിയാണ്. അതെങ്ങനെയാ? സ്വാമിജിയുടെ മുമ്പിലിരിക്കുന്ന ബൗളിനകത്ത് 2 സ്കൂളിന്റെയും പേരെഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ചിട്ടെടുക്കുമ്പോൾ ആ ചിറ്റിൽ ആരുടെ പേരാണോ വരുന്നത്, ഏത് സ്കൂളിന്റെ പേരാണോ വരുന്നത്, അവരായിരിക്കും ഈ വിഷയത്തിന് അനുകൂലിച്ച് സംസാരിക്കേണ്ടത്. അടുത്ത ടീം പ്രതികൂലിച്ച് സംസാരിക്കണം. എല്ലാം ക്ലിയർ അല്ലേ? പിന്നെ ആർക്ക് വേണമെങ്കിലും തുടങ്ങാം കേട്ടോ. അതായത് അനുകൂലിച്ച് പറയുന്നവർക്കും പ്രതികൂലിച്ച് ആർക്ക് വേണമെങ്കിലും ആദ്യം തുടങ്ങാം കേട്ടോ. എല്ലാം ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പം സ്വാമിജി. കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട്. കൈരളി വിദ്യാഭവൻ നെടുമങ്ങാടാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിന് അനുകൂലിച്ച് സംസാരിക്കേണ്ടത്. രണ്ടാമത്തെ നിങ്ങളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് സ്വാമിജി ഒന്ന് കാണിക്കും. ഓക്കെ. ചിന്മയ വിദ്യാലയം പ്രതികൂലിച്ച് സംസാരിക്കണം. അപ്പം നമുക്കിനി സംവാദം തുടങ്ങാം. പക്ഷെ ഞാനല്ല ഈ ഒരു റൗണ്ട് നിയന്ത്രിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്മി ടീച്ചർ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ലക്ഷ്മി ടീച്ചർ. ടീച്ചറെ 4 പെൺപുലികളെ ടീച്ചറെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് എന്താ പറയാ വാക്പോര് നടത്തി വിജയിച്ചു വരിക. ഓൾ ദി ബെസ്റ്റ്. ഈ വിഷയം നമ്മൾ രാമായണത്തെ കുറിച്ചുള്ള പല ചർച്ചകളിലും പലപ്പോഴും രാമായണം പൊതുവേദികളിൽ സംസാരിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് അല്ലേ? വിഭീഷണൻ ചാരനായിട്ട് വന്നതാണോ? പ്രത്യേകിച്ചും രാമരാവണ യുദ്ധം നടക്കുന്നതിന് മുൻപുള്ള നിർണായകമായ സന്ദർഭം നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ എന്താണ്? രാവണൻ ഒരു മായാവിയാണ്. രാവണന്റെ യുദ്ധമുറകൾ രാമൻ അറിഞ്ഞുകൂടാ. രാമന് ചെറിയ വാനരപ്പടയേ ഉള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ രാവണൻ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു ചെന്ന് രാവണനെ പോലെ ഒരു മായാവിയായ രാക്ഷസനെ, അതും ശക്തനായ രാക്ഷസനെ നേരിടേണ്ടി വരികയാണ്. അപ്പോ രാവണന്റെ പാളയത്തിൽ നിന്നും ഒരാൾ രാമപാളയത്തിലേക്ക് പക്ഷം മാറി വന്നിരിക്കുന്നു. സ്വാഭാവികമായും രാമന്റെ ഇടയിലുള്ള രാമപക്ഷത്തിലുള്ളവർക്കൊക്കെ സംശയമുണ്ടായിരുന്നു വിഭീഷണന്റെ പ്രവൃത്തിയെക്കുറിച്ച്. ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യുദ്ധത്തിലെ നീതി വിചാരങ്ങളെക്കുറിച്ച്, യുദ്ധത്തിലെ നയതന്ത്രങ്ങളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ വിഭീഷണൻ ചെയ്തത് ശരിയോ എന്ന ഒരു വാദം വളരെ ശക്തമായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിലെ നയവിചാരങ്ങളെ കുറിച്ചാണ്. വിഭീഷണന്റെ ശരണാഗതി അഥവാ വിഭീഷണൻ രാമപക്ഷത്തിലേക്ക് വന്നത് നീതിയോ എന്നതാണ് നമ്മളുടെ വിഷയം. അത് നീതിയാണ്, വിഭീഷണൻ ചെയ്തത് യുക്തമാണ് എന്ന പക്ഷമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. വിഭീഷണൻ ചെയ്തത് തികച്ചും സ്വന്തം വർഗത്തെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു എന്ന പക്ഷമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അപ്പോ നമ്മുടെ ഇന്നത്തെ വജ്രവ്യൂഹം ആരംഭിക്കുന്നു. മിടുക്കികളായ കഥാപ്രസംഗത്തിലും ഡിബേറ്റിലും പ്രസംഗത്തിലും ഒക്കെ മിടുക്കികളായ 4 ഉഷിരുള്ള പെൺകുട്ടികളോടൊത്ത്
ഇന്നത്തെ വജ്രവ്യൂഹം ആരംഭിക്കുന്നു. വിഭീഷണന്റെ ശരണാഗതി അഥവാ രാമപക്ഷത്തിലേക്കുള്ള വിഭീഷണന്റെ ചുവടുമാറ്റം നീതിയുക്തമോ എന്ന വിഷയത്തിൽ നമ്മുടെ ചർച്ച ആരംഭിക്കുന്നു. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. നമശിവായ. വിഭീഷണൻ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധർമ്മിഷ്ഠനായ ഒരു വ്യക്തി. ഇവിടുത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ ശ്രീരാമപ്രാപ്തി നീതിയോ എന്നതാണ്. തികച്ചും നീതി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ രാവണന്റെ അധർമ്മങ്ങൾക്ക് കൂടെ നിൽക്കാൻ വിഭീഷണന് സാധിക്കുകയില്ലായിരുന്നു. അദ്ദേഹം പല പ്രാവശ്യം രാവണനോട് പറഞ്ഞു നോക്കി, സീതയെ തിരിച്ചു കൊടുക്കണം, മടക്കി കൊടുക്കണം, ശ്രീരാമന്റെ പക്കൽ ചെന്ന് ക്ഷമയാചിക്കണമെന്ന് പല പ്രാവശ്യം വിഭീഷണൻ പറഞ്ഞു നോക്കി. ഒരു പുലർച്ചെ ഒറ്റയ്ക്ക് ചെന്ന് രാവണനെ കണ്ട് സംസാരിച്ച് നോക്കുക പോലും ചെയ്തു. എന്നിട്ടും രാവണൻ വഴങ്ങാത്തപ്പോൾ മാത്രം അതും എന്നിട്ട് വിഭീഷണനെ ഒരു പൊതുസഭയിൽ, ആ രാജ്യസഭയിൽ വെച്ച് അപമാനിക്കുക കൂടി ചെയ്തു. അവസാനം അപമാനിതനായ വിഭീഷണനാണ് മറ്റു 3 മന്ത്രിമാരെ, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് 3 മന്ത്രിമാരെയും കൂട്ടി ശ്രീരാമപ്രാപ്തി തേടുന്നത്. അത്രയ്ക്ക് നിഷ്കളങ്കനായിരുന്നോ വിഭീഷണൻ? ഇവിടെ വിഭീഷണന്റെ ശ്രീരാമപ്രാപ്തി തികച്ചും ഒരു യുദ്ധതന്ത്രമാണ്. ഇതൊരിക്കലും നമുക്ക് നീതിയായി കാണാൻ സാധിക്കില്ല. ഇവിടുത്തെ മുഖ്യധർമ്മം എന്തുമായിക്കോട്ടെ, വിഭീഷണൻ എന്നത് ഒരു രാക്ഷസനാണ്, അതിലുപരി രാവണന്റെ സഹോദരനാണ്, പിന്നെ സ്വന്തം രാജ്യത്തിനോട് കാണിക്കേണ്ട ഒരു ധർമ്മമുണ്ട്. ഇത് തികച്ചും വിഭീഷണന്റെ യുദ്ധതന്ത്രമാണ് എന്ന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, രാവണൻ ലങ്കയുടെ രാജാവായി ഇരിക്കുന്നിടത്തോളം കാലം വിഭീഷണന് ഒരിക്കലും അവിടുത്തെ രാജാവാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ടല്ല, ആ രാവണനെ തന്നെ രക്ഷിക്കാൻ വിഭീഷണൻ ശ്രമിച്ചിരുന്നു. മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞു, വിഭീഷണൻ ഒരു രാക്ഷസനായിരുന്നു എന്ന്. എന്നിട്ടും അദ്ദേഹം ധർമ്മത്തിന്റെ കൂടെ നിന്നു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ദുഷ്കർമ്മങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കുകയില്ല. പറയുന്ന വാദം അതൊരു തന്ത്രമായിരുന്നു, രാജാവാനുള്ള തന്ത്രം ഒരിക്കലും ഒരു തന്ത്രമല്ലായിരുന്നു. ഒരു രാജാവാൻ മോഹം ഉണ്ടായിരുന്നെങ്കിൽ വിഭീഷണന് മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു രാവണനെ ചതിക്കുവാൻ. രാവണൻ പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. ശത്രുവിനോടൊത്ത് വാഴാം, പാമ്പിനോടൊത്ത് വസിക്കാം, എന്നാൽ മിത്രം എന്ന പേരിൽ ശത്രുവിനെ സേവിക്കുന്നവനോടൊത്ത് കഴിഞ്ഞുകൂടാ. ഇവിടെ വിഭീഷണന്റെ മുഖമാണ് നമ്മൾ ഈ ഒരു പ്രയോഗത്തിലൂടെ കാണുന്നത്. അദ്ദേഹം തികച്ചും ഞാൻ പറഞ്ഞുകൊട്ടെ, അദ്ദേഹം തികച്ചും ഇവിടെ യുദ്ധതന്ത്രം കാണിച്ചു എന്ന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞെന്നാൽ, ഇവിടെ രാവണന്റെ ചാരൻ എന്നതിലുപരി വിഭീഷണന്റെ സ്വാർത്ഥമായ യുദ്ധതന്ത്രമാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ യുദ്ധത്തിന് ശേഷം വിഭീഷണൻ രാക്ഷസ രാജനാവുകയാണ് ചെയ്യുന്നത്. അതായത് രാമനിലൂടെ, അദ്ദേഹത്തിന്റെ യുദ്ധത്തിലൂടെ ഇവിടെ രാജാവാകുക മാത്രമല്ല, സ്വന്തം ആളുകളെ, ജനങ്ങളെ ഉറ്റിക്കൊടുക്കുകയും അവരുടെ ബലഹീനതകൾ പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. സ്വന്തം ഒറ്റിക്കൊടുക്കൽ സംഭവിച്ചിട്ടുണ്ടോ? പറയൂ. ഒറ്റിക്കൊടുക്കൽ അല്ല സംഭവിച്ചത്. ശ്രീരാമനാണ് വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കുന്നത്. അവിടെ ഒരിക്കലും അതൊരു അനീതികേടും അല്ല. വിഭീഷണൻ ഒരിക്കലും സ്വന്തം ജ്യേഷ്ഠന്റെ പദവിയിൽ കണ്ണില്ലായിരുന്നു. കാരണം അദ്ദേഹം പല പ്രാവശ്യം പറയുന്നു, തനിക്ക് മോഹോ ലോഭവോ ഇല്ല. ശ്രീരാമന്റെ അടുത്തിൽ വന്ന ശേഷം വിഭീഷണൻ ഇപ്രകാരമാണ് പറയുന്നത്, എൻ്റെ രാജ്യം, എൻ്റെ ജീവിതം, എൻ്റെ സുഖങ്ങളെല്ലാം അങ്ങയുടെ അധീനത്തിലാണ്. അതിനർത്ഥം വിഭീഷണൻ എൻ്റെ രാജ്യം എന്നാണ് പറയുന്നത്. അവിടെ വിഭീഷണന് ലങ്കയോടുള്ള ആത്മാർത്ഥതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിഭീഷണൻ ലങ്കയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ശ്രീരാമന്റെ ഒരു ദൂതനായ ഹനുമാൻ വന്നിട്ട് ലങ്കയെ കത്തിക്കാൻ സാധിച്ചെങ്കിൽ, ആ മൊത്തം വാനരസേന വന്നിരുന്നെങ്കിൽ ലങ്ക നശിച്ചു പോകുമെന്ന് വിഭീഷണന് വളരെ ഭംഗിയായിരുന്നു. അതെ, ഇവിടെ നാം കാണുന്നത് എന്തെന്നാൽ, വിഭീഷണൻ ശ്രീരാമപക്ഷം പോകുമ്പോൾ തന്നെ രാമൻ വിഭീഷണനെ ലങ്കയുടെ രാജാവായി പട്ടാഭിഷേകം ചെയ്യുന്നു. സ്വന്തം ജ്യേഷ്ഠന്റെ മരണം കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ലങ്കയിൽ നിന്നും ശ്രീരാമന്റെ പക്കലേക്ക് വരുന്നത്. എന്നിട്ട് ഇവിടെ എത്തി രാജാവായപ്പോൾ അദ്ദേഹം അന്ധനായി പോകുന്നതാണ് കാണുന്നത്. കാരണം രാവണന്റെ ബലഹീനതകളും മറ്റ് ലങ്കയുടെ യുദ്ധതന്ത്രങ്ങളും ഇന്ദ്രജിത്തിനെ എങ്ങനെയാണ് വധിക്കുന്നത് എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുകയും, അത് മാത്രമല്ല അവനെ അവിടെ കൊണ്ട് എത്തിക്കുകയും ഇന്ദ്രജിത്തിനോട് മറ്റ് പരുഷമായ വാക്കുകൾ പറയുകയുമാണ് ചെയ്യുന്നത്. ഇന്ദ്രജിത്താണ് വിഭീഷണനെ സഭയിൽ വെച്ച് അപമാനിതനാക്കി. ഇവിടെ അപമാനിക്കുന്നതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, സ്വന്തം കൂറിനോടും സ്വന്തം രാജ്യത്തിനോടും. അവിടെ രാവണൻ ഒരു അധർമ്മിയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇന്ദ്രജിത്തും, രാവണന്റെ സേന തന്നെ. ആ അധർമ്മത്തിൽ തടയാൻ വേണ്ടിയിട്ട് രാവണന്റെ മരണം അനിവാര്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും ഒരു കുടുംബത്തിന്റെ നന്മയെ വേണ്ടി ഒരാളെ നശിപ്പിക്കുകയും ഒരു ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സമൂഹം നശിപ്പിക്കുന്നതിലും കുഴപ്പമില്ല. ഇവിടെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കുലത്തിൽ. എന്ത് ലോക നന്മയായാലും വിഭീഷണൻ എന്നത് അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം എന്താണ്? സ്വന്തം രാജ്യത്തിനോടും സ്വന്തം ജ്യേഷ്ഠനോടും കാണിക്കേണ്ട ധർമ്മമാണ്. ഇതൊരിക്കലും നീതിയല്ല. സ്വന്തം രാജ്യത്തിനോടുള്ള ശ്രീരാമപ്രാപ്തി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് കാണിക്കുന്നത്? അതായത് യുദ്ധത്തിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ മറുകണ്ഠം ചാടുന്നത് പോലെയാണ് നമുക്ക് ഇവിടെ പ്രത്യക്ഷമാവുന്നത്. നിങ്ങൾക്ക് പറയാം,
മറുകണ്ഠം ചാടിയതല്ല, ഒരിക്കലും അല്ല. അത് വിഭീഷണൻ അവിടെ ധർമ്മത്തിന്റെ രാവണന്റെ കൂടെ നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പലതരത്തിലുള്ള അധർമ്മങ്ങളും പ്രവർത്തിക്കേണ്ടി വന്നേനെ. അദ്ദേഹത്തിന് അറിയാമായിരുന്നു രാമനാൽ രാവണന്റെ അന്ത്യം സംഭവിക്കുമെന്ന്. ഒരു രാക്ഷസനായിട്ട് പോലും അദ്ദേഹം ധർമ്മം പാലിച്ചു എന്നത് നമുക്ക് ഒരിക്കലും മറന്നു കളയാൻ സാധിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ കൃത്യമായി നിങ്ങളുടെ പോയിന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യൂ. ഇത് ഞാൻ ചോദിക്കുന്നത് ഇതാണ്, വിഭീഷണൻ എന്തിന് ശ്രീരാമന്റെ പക്ഷത്ത് പോകുന്നു? മറ്റെങ്ങനെ വേറെ ഏത് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇവിടെ വരിക മാത്രമല്ല, ഇദ്ദേഹത്തിന് ന്യൂട്രൽ ആയി നിന്നുകൂടെ? അത് മാത്രമല്ല, താങ്കൾക്ക് പറഞ്ഞു തരാൻ കഴിയട്ടെ, അതിനുശേഷം പറയൂ. 30 സെക്കൻഡ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യും. വിഭീഷണന്റെ ധർമ്മം എന്നത് സ്വന്തം രാജ്യത്തിനോടൊപ്പം നിൽക്കുക എന്നതാണ്. അതിലുപരി അദ്ദേഹത്തിന് ഇവിടെ മറ്റൊന്നും പറയാനില്ല. നിങ്ങൾക്ക് അദ്ദേഹം സ്വന്തം രാജ്യത്തിന് വേണ്ടി തന്നെയാണ്. രാവണനോട് പല പ്രാവശ്യം വിഭീഷണൻ ഉപദേശിച്ചില്ലേ, രാമന് സീതയെ തിരികെ കൊടുത്താൽ മാത്രം മതിയായിരുന്നു. ഞാൻ പറയട്ടെ, രാവണന് സീതയെ തിരികെ കൊടുത്താൽ മാത്രം മതിയായിരുന്നു. പക്ഷെ രാവണൻ അത് ചെയ്തോ? അത് ചെയ്തില്ല. കുംഭകർണൻ ഹിതമായാലും അഹിതമായാലും ജ്യേഷ്ഠന്റെ കൂടെ നിന്നു. പക്ഷേ വിഭീഷണനാണെങ്കിൽ തന്റെ ധർമ്മത്തിന്റെ ബോധമുണ്ടായിരുന്നു. രാവണൻ മൂലം ലങ്കയുടെ അധപതനം സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് തടയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വിഭീഷണൻ ധർമ്മബോധമുള്ള ആളായിരുന്നു. നിങ്ങൾ കൃത്യമായി വാദിച്ചു. നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. സീതയുമായി വിഭീഷണന് രാവണനോടുള്ള ബന്ധമില്ല. അതായത് ബന്ധമുണ്ട്. എന്തൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രാവണനോടോളം ബന്ധമില്ല എന്ന്. ഇവിടെ രാവണനെയും കുട്ടിക്കാലത്ത് വളർത്തിയ പുത്രന്മാരെയും എല്ലാം ഉപേക്ഷിച്ച് ഭാര്യയും മക്കളെയും മക്കളെയും ഉപേക്ഷിച്ച് താങ്കൾക്ക് പറയാൻ സാധിക്കുകയില്ല. 10 സെക്കൻഡ് കൊണ്ട് ഒരാശയം മാത്രം. ഇത്രയും ഉപദേശങ്ങൾ ഒറ്റയ്ക്ക് വരെ പോയി ഇത്രയും വിഭീഷണൻ, എന്റെ ചോദ്യം ഇതാണ്, വിഭീഷണൻ ഇതിലുപരി എന്ത് ചെയ്യാമായിരുന്നു രാവണനോട്? വിഭീഷണൻ ഉപദേശിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, വേറെ എന്ത് ചെയ്യണമായിരുന്നു? താങ്കൾ പറഞ്ഞു. എപ്രകാരം ആദ്യം വിഭീഷണൻ നിൽക്കാൻ ശ്രമിച്ചത്? നിങ്ങളുടെ പക്ഷം വ്യക്തമാണ്. കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ വിഭീഷൺ കാണിക്കുന്നത് യുദ്ധതന്ത്രം തന്നെയാണ്, ഒരു നയതന്ത്രമാണ്, രാജതന്ത്രമാണ്. ഒരാൾ സംസാരിക്കുക. അതുകൊണ്ടാണ് രാമൻ വിഭീഷണനെ ഒരു ചിരഞ്ജീവി ആക്കിയത്. രാമന് പോലും വിഭീഷണനെ ചിരഞ്ജീവി ആക്കുന്നത്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. വിഭീഷണൻ ചിരഞ്ജീവിയാണ്, വിഭീഷണൻ ധർമാത്മാവാണ്. നിങ്ങൾ കൃത്യമായി സ്ഥാപിച്ചു. വിഭീഷണൻ ഒരു പ്രശ്നം വന്നപ്പോൾ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദവികരീയസി എന്ന് പറഞ്ഞൊരിടത്ത് തന്റെ ജന്മഭൂമിയെ, തന്റെ ആൾക്കാരെ, തന്റെ കൂടെ നിൽക്കുന്നവരെ ഒറ്റിക്കൊടുത്തു. നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. വിഭീഷണന് രണ്ടു പക്ഷത്തും പോകാതെ നിൽക്കാമായിരുന്നു. ഇതാണ് നിങ്ങളുടെ വാദം. വളരെ ശക്തമായ ഒരു ധർമ്മപക്ഷവും വിഭീഷണൻ ചെയ്ത അനീതിയോ എന്ന് തോന്നിക്കുന്ന ഒരു പക്ഷവും കൃത്യമായി നിങ്ങൾ സംയോജിപ്പിച്ചു. ഇതിനുള്ള ഉത്തരം എന്താണ്, ഇതിനുള്ള ഇതിഹാസ പക്ഷം എന്താണ് എന്ന് നമുക്ക് കൃത്യമായും ഈ ചർച്ചയിലൂടെ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് വെറുതെ വിളിക്കാം. നിങ്ങളുടെ വാക്പോര്, മിടുക്കരായ 4 പെൺകുട്ടികളുടെ വാക്കിന്റെ ശക്തി നാം തിരിച്ചറിയായിരുന്നു. വെറുതെ വിളിക്കാം. ഇത് എവിടെ എത്തും എന്നായിരുന്നു സംശയം. ഈ മണി അടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്ന് മുഴുവനും ഇവരെ ചർച്ച ചെയ്തോണ്ടിരുന്നേനെ. എന്തായാലും രണ്ടു കൂട്ടരും അത്യാവശ്യം നല്ല വാശിയോടുകൂടെ തന്നെയാണ് മുന്നോട്ട് പോയതല്ലേ? അതെ. എന്തായാലും താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഡിബേറ്റ് അങ്ങനെ നന്നായിട്ട് അവസാനിച്ചല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും കമന്റ്സ് ചോദിക്കാം. സ്വാമിജി, വളരെ ശക്തമായ വാദങ്ങളാണ് രണ്ടു പക്ഷത്തു നിന്നും അവരുന്നയിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇവിടെ നമുക്കറിയാം രാവണൻ അധർമ്മിയാണെന്ന് കുപ്രസിദ്ധമാണ്. മാരീചനാണ് ആദ്യം പോയിട്ട് രാവണനെ ഒന്ന് നന്നാക്കാൻ നോക്കിയത്, ഹിതോപദേശം ചെയ്തത്. രാമനോട് കളിക്കണ്ട, രാമൻ ധർമാത്മാവാണ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല, നിന്റെ നാശം തന്നെ ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യം മാരീചൻ ചെയ്യുന്നത്. കുംഭകർണനും ഇതുപോലെ തന്നെ രാവണനെ ഉപദേശിക്കുന്നുണ്ട്. നിന്റെ പക്ഷത്ത് ധർമ്മമില്ല, അന്യൻ്റെ പരതാരങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് വരാൻ അപഹരിക്കാൻ പാടില്ല, തെറ്റാണ്. പക്ഷേ രാവണനെ പേടിച്ചിട്ട് കുംഭകർണന് രാവണൻ്റെ അധർമ്മത്തോട് കൂട്ടു നിൽക്കേണ്ടി വന്നു. എന്നാൽ വിഭീഷണൻ ആ തുടക്കം മുതലേ രാജ്യമോഹിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം തുടക്കം മുതലേ ഹിതകരമായതാണ് രാവണനും അതേപോലെ രാജ്യത്തിനും ലങ്കയ്ക്കും എല്ലാം ഹിതകരമായത് എന്താണോ അതാണ് ഉപദേശിച്ചുകൊണ്ടേയിരുന്നത്.
അതാണ് വിഭീഷണനിൽ കാണുന്നത്. പിന്നെ വിഭീഷണനെ സംബന്ധിച്ച് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാണെന്നുള്ളത്. അല്ലെങ്കിൽ രാവണൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ രാവണ അനുജനായ വിഭീഷണൻ എന്ത് ധൈര്യത്തിലാണ് രാമപക്ഷത്തേക്ക് പോകാൻ സാധിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. രാമൻ്റെ പക്ഷത്തേക്ക് എങ്ങനെ പോകാൻ സാധിക്കും? അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ സ്വീകരിക്കുമോ? താനൊരു രാക്ഷസനാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രാവണാനുജനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ന്യായമായിട്ടും അവിടെ നടന്ന സംശയങ്ങൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെ അപ്പുറത്ത് നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. വിഭീഷണൻ കടന്നു വരുമ്പോൾ ഹനുമാൻ മാത്രമാണ് വിഭീഷണന് അനുകൂലമായിട്ട് അവിടെ പറയുന്നത്. അതിനെ രാമൻ സ്വീകരിക്കുകയാണ്. പ്രാണാഭ്യർത്ഥനയോടുകൂടി ആര് വന്നാലും, ശരണാഗതി അണഞ്ഞുകൊണ്ട് ആര് വന്നാലും അവൻ എങ്ങനെയുള്ളവനാണേലും ശരണം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ വ്രതം, ആജീവനാന്ത വ്രതവതാണ്. അതിൽ ഞാൻ ഒരിക്കലും പിൻവാങ്ങുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ശക്തമായൊരു തീരുമാനം ശ്രീരാമചന്ദ്രൻ എടുക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രനും ബോധ്യം ഉണ്ടായിരുന്നു വിഭീഷണൻ ധർമാത്മാവാണെന്ന്. ധർമാത്മാക്കൾ വേണം രാജ്യം ഭരിക്കാൻ, അല്ലെങ്കിൽ രാജ്യം നശിച്ചു പോകും. അതുകൊണ്ട് വിഭീഷണനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. ഒന്നിൽ നമുക്ക് രണ്ട് പക്ഷത്തെ നിൽക്കാൻ പറ്റുള്ളൂ. ഒന്നിൽ ധർമ്മപക്ഷം അല്ലെ അധർമ്മപക്ഷം. ന്യൂട്രലായിട്ട് നിൽക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല അവിടെ. നമസ്കാരം. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. സർ, ഇവിടെ വാദപ്രതിവാദം വളരെ ഭംഗിയായിട്ട് രണ്ട് കൂട്ടരും ചെയ്തു. രണ്ട് സ്കൂളിനും അഭിനന്ദനങ്ങൾ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചരിത്രം എഴുതുന്നത് യുദ്ധം ജയിച്ചവരാണ്. ശ്രീരാമനാണ് യുദ്ധം ജയിച്ചത്. അതുകൊണ്ട് ശ്രീരാമപക്ഷമാണ് നമ്മൾ വാൽമീകി രാമായണം ഉൾപ്പെടെ രാമായണങ്ങൾ കാണുന്നത്. അത് കംപ്ലീറ്റ് നമ്മൾ അതുപോലെ സോളോ ചെയ്യരുത്. നമ്മുടെ വിശ്വാസം ഒരു പക്ഷം നിഷ്പക്ഷമായി കാണണം. ഇവിടെ വിഭീഷണൻ രാവണൻ്റെ തെറ്റിനെതിരെ പ്രതികരിച്ചു എന്നുള്ളത് ശരി. പക്ഷേ സ്വന്തം സഹോദരിയായ ശൂർപ്പണഖയുടെ ചെവി മൂക്കും മുലയും ചെത്തിയ ഒരു ലക്ഷ്മണൻ്റെ കൂടെ കൂടേണ്ട യാതൊരു ആവശ്യമല്ല. സ്വന്തം സഹോദരി അവമാനിച്ചതിന് വിഭീഷണൻ സഹോദരിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ലക്ഷ്മണനോട് വിരോധം കാണിക്കാനും ബാധ്യസ്ഥനാണ്. രണ്ട്, ശ്രീരാമന് യുദ്ധം ജയിക്കാൻ വേണ്ടി വളരെ ഗൂഢമായ രഹസ്യങ്ങൾ ശ്രീരാമന് കൊടുക്കുന്നത് വിഭീഷണനാണ്. ആയുധപ്പര എവിടെയാണ് ഇരിക്കുന്നത്, എവിടെ നിന്നാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇറങ്ങി വരാൻ പോകുന്നത്, ഇത് വിഭീഷണൻ അറിയാവുന്ന രഹസ്യമാണ്. ഇതാണ് ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നത്. യുദ്ധം ഇപ്പോൾ എത്തുമ്പോഴാണ്ടല്ല, അവിടെ നിന്ന് വരും സൈന്യം, ഇവിടുന്ന് ആയുധം ഇറങ്ങി വരുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന വിഭീഷണനാണ്. ഇങ്ങനെയുള്ള ക്രൂഷ്യലായ വിവരങ്ങൾ രാമൻ്റെ പക്ഷത്തോട് പറഞ്ഞു കൊടുത്തത് വിഭീഷണൻ ചെയ്തത് ശുദ്ധമായ ചതിയാണ്. ഒരു രാഷ്ട്രത്തിനെതിരെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചതിയാണ്. അപ്പം നെറ്റ് റിസൾട്ടിൽ അദ്ദേഹം ചേട്ടനെ കൊന്ന് രാജ്യഭരണം ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ വിഭീഷണൻ ചെയ്യുന്നത് സ്വന്തം രാഷ്ട്രത്തിനെതിരെ ചെയ്യുന്ന ചതിയാണ്. ആ ട്രൈറ്റർ സ്ഥാനം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോണം. ഇനി വിഭീഷണൻ നീതിഷ്ഠനാണെങ്കിൽ വളരെ ശ്രദ്ധേയമായി അദ്ദേഹം നീതിക്ക് സൈഡ് നമ്മൾ വാദിച്ചോന്ന് വെച്ചോ, വാദിച്ചു കഴിഞ്ഞാൽ തത്ഫലമായി കിട്ടുന്ന രാജ്യഭാരം വേണ്ടാന്ന് പറയണം. ഇനി പോട്ടെ, രാവണനെ എതിർത്തു, രാവണൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞ് ഇദ്ദേഹം ഭരണത്തിൽ കയറിയിട്ട് ശ്രീരാമൻ അശ്വമേധ യാഗത്തിന് പോകുമ്പോൾ ഇദ്ദേഹം എന്തെന്നറിയാമോ? ശ്രീരാമൻ വിളിച്ചു വരുത്തി, സുഗ്രീവനെയും വിളിച്ചു വരുത്തി, വിഭീഷണനെയും വിളിച്ചു വരുത്തി. എന്നിട്ട് രാജ്യഭരണത്തിൻ്റെ ബേസിക് സംഗതിയുള്ള ധനകാര്യം കൊടുത്തു വിഭീഷണന്. വിഭീഷണൻ ലങ്ക ഭരിച്ചാൽ പോരെ? ലങ്കയിൽ നിന്ന് പോയി അയോധ്യയുടെ ഭരണത്തിൽ ശ്രീരാമനെ സഹായിക്കേണ്ട ആവശ്യം സുഗ്രീവനും ഈ വിഭീഷണനും എന്താണ്? അപ്പോൾ അതുകൊണ്ട് ഈ രാവണന് തെറ്റിനെ എതിർന്നതിന് അപ്പുറത്തായ ഒരു സഖ്യം വിഭീഷണൻ ഉണ്ടാക്കി. അവിടെയാണ് വിഭീഷണൻ നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് യുദ്ധം ജയിച്ചവർ പറയുന്ന കഥയിൽ നമ്മൾ കംപ്ലീറ്റ് വീണു പോകുന്നതാണ് എൻ്റെ നിഷ്പക്ഷമായ അഭിപ്രായം. താങ്ക് യു സർ. ടീച്ചർ, എനിക്ക് വളരെ കൺഫ്യൂഷൻ ഉള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ചർച്ച, രണ്ടുപേർക്കും വളരെ ശക്തമായ വാദമുണ്ടായിരുന്നു. ഒരുപക്ഷെ വിഭീഷണൻ അനുകൂലമായി വാദിക്കുന്നവർക്ക് എളുപ്പമാണ്, കാരണം ഇതിഹാസ പക്ഷം അതാണ്. പക്ഷെ എതിരായി വാദിക്കുന്നവരാണ് കൂടുതൽ യുക്തി ഉന്നയിച്ചുകൊണ്ട് വാദം നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ട് വാദങ്ങളും വളരെ ശക്തമായിരുന്നു. ഈ വിഭീഷണന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് വിഭീഷണൻ രാമപക്ഷത്ത് ചേർന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇവര് മൂന്ന് പേരും കുട്ടിക്കാലത്ത് ഇവരൊന്നുമില്ലാതെ അമ്മയുടെ ഒപ്പം കാട്ടിൽ നടന്നിരുന്ന സമയത്ത് ആ മുകളിലൂടെ പുഷ്പക വിമാനം പോകുന്നത് കണ്ടിട്ട് ഇത് ആരുടെയാണ് എന്ന് കൗതുകപ്പെട്ടപ്പോ അതിനുള്ള മാർഗം എന്താണ്, സമ്പന്നനാവാനുള്ള മാർഗം എന്താണ് എന്ന് ആലോചിച്ചപ്പോൾ മൂന്ന് പേരും തപസ് ചെയ്യാണ്. ഈ മൂന്ന് പേരും തപസ് ചെയ്ത് നമ്മൾ കുട്ടിക്കാലത്ത് ഈ കഥ കേട്ടിട്ടുണ്ട്. രാവണൻ പറഞ്ഞു, എന്നെ മനുഷ്യരല്ലാതെ ആരും കൊല്ലരുത്. പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ അത് പറഞ്ഞു. ബ്രഹ്മാവ് വന്ന ഉടനെ തന്നെ പറഞ്ഞു. വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ചു, മനുഷ്യൻ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു വരം വാങ്ങി. കുംഭകർണന്റെ കാര്യത്തിൽ നമുക്കറിയാം, ആകെ വികടമായി പോയി അല്ലേ?
നിർദേവത്വം എന്ന് വിചാരിച്ച് സരസ്വതി ദേവി നാവിലൊരു കളിയൊക്കെ കളിച്ചപ്പോൾ അത് നിദ്രാവത്വമായി പോയി. ഉറങ്ങണം എന്നുള്ള വരം കിട്ടി. മൂന്നാമത് വിഭീഷണൻ ചോദിച്ച വരത്തിലൂടെ തന്നെ വിഭീഷണന്റെ ക്യാരക്ടർ മനസ്സിലാവും. അയാൾ ഒരു രാക്ഷസ സ്വഭാവിയെ അല്ല. അയാൾക്കൊരിക്കലും രാവണന്റെ എല്ലാ കുൽസിത പ്രവൃത്തികൾക്കും അകമ്പടി സേവിച്ചുകൊണ്ട് ലങ്കയിൽ നിൽക്കാൻ സാധിക്കില്ല. വിഭീഷണൻ പറഞ്ഞത് വിഷ്ണു ഭക്തിം, എനിക്ക് ഭഗവാനോടുള്ള ഭക്തി തരൂ. അങ്ങനെ ഭക്തനായ ഒരാൾക്ക് രാക്ഷസ വൃത്തി ഒരിക്കലും യോഗ്യമല്ല. അതുകൊണ്ട് വിഭീഷണന്റെ മാറ്റത്തെ ഒരു രാഷ്ട്രതന്ത്രപരമായി വിലയിരുത്തുന്നത് പോലെ തന്നെ ശരണാഗതി എന്ന അർത്ഥത്തിൽ ഒരു ഭക്തതലത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും. പക്ഷേ പലപ്പോഴും മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോൾ ആധുനിക കാലത്തെ ചിന്തകളിൽ പെടുന്ന മനുഷ്യർക്ക് തോന്നുന്നത് നിഷ്പക്ഷനാവാമായിരുന്നല്ലോ. രണ്ട് പക്ഷത്തിലും ചേരാതെ യുദ്ധത്തിന്റെ കാര്യത്തിൽ രാമനോട് ഭക്തിയുണ്ട്, ശരി. പക്ഷെ യുദ്ധത്തിന്റെ കാര്യത്തിൽ വിതുരൻ ആ ഭാഗത്തു നിന്ന് കടന്നു കളഞ്ഞതുപോലെ, സാറ് പറഞ്ഞ പോലെ ബലരാമൻ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ, യുദ്ധം എന്ന ഘട്ടത്തിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു എന്നൊരു പക്ഷം കൂടി മനസ്സിൽ എവിടെയൊക്കെയോ ഇതിനിടയിൽ കടന്നു വരുന്നുണ്ട്. നല്ല അവതരണമായിരുന്നു. താങ്ക് യു ടീച്ചർ. അപ്പൊ നല്ല കമന്റ്സ് ആണ് കേട്ടത് രണ്ടു കൂട്ടർക്കും അല്ലേ? ഇനിയിപ്പോ നമുക്ക് മാർക്സ് ചോദിച്ചാലോ? സ്വാമിജി, ഔട്ട് ഓഫ് 10 ഓരോ സ്കൂളിന് എത്ര മാർക്കാണ്? രണ്ടുപേരും നന്നായിട്ട് വാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കും തുല്യമായ മാർക്കാണ് കൊടുക്കുന്നത്. 8 മാർക്ക് രണ്ട് സ്കൂളുകാർക്കും. സർ, ഔട്ട് ഓഫ് 10? ഞാനും രണ്ടുപേരുടെ വാദം കേട്ടപ്പം തുല്യ ശക്തികളാണ്. ഞാൻ രണ്ടുപേർക്കും 8 മാർക്ക് വെച്ച് കൊടുക്കുന്നു. വീണ്ടും 8 മാർക്ക് രണ്ട് കൂട്ടർക്കും. ടീച്ചർ? എനിക്ക് രണ്ട് വാദവും ഇഷ്ടമായി. വാദത്തിലെ യുക്തിയുടെ ഒരു സൂക്ഷ്മതയുണ്ടല്ലോ, അതിനെ കൂടെ വിലയിരുത്തിക്കൊണ്ട് ചിന്മയ വിദ്യാലയത്തിന് 19ഉം കൈരളി വിദ്യാലയത്തിന് 18 മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, ചിന്മയ വിദ്യാലയം 19, കൈരളി വിദ്യാഭവന് 18. അപ്പോൾ ടോട്ടൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് കൈരളി വിദ്യാഭവന് കിട്ടിയിരിക്കുന്നത് 34 മാർക്കും ചിന്മയ വിദ്യാലയത്തിന് ലഭിച്ചിരിക്കുന്നത് 35 മാർക്കും. കൺഗ്രാറ്റ്സ്. ഹാപ്പി അല്ലേ? രണ്ടു കൂട്ടർ ഹാപ്പി ആണല്ലോ. ഒരു മാർക്കിന്റെ വിഷയമുള്ളൂ, അത് പ്രശ്നമല്ല. നമുക്ക് അടുത്ത റൗണ്ടിൽ പിടിക്കാം അല്ലേ? എന്തായാലും വളരെ മനോഹരമായി തന്നെ നിങ്ങൾ രണ്ടു കൂട്ടരും സംവദിച്ചു. അപ്പോൾ ഇനിയുള്ള റൗണ്ടുകളിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നിവിടെ വജ്രവ്യൂഹം അവസാനിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിൽ ഇനിതേ മകരവ്യൂഹത്തിന് സമയമായിരിക്കുകയാണ്. ആചാര്യസഭയിൽ മുരളിമേനോൻ ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേട്ടാ, സ്വാഗതം. ഇനി നമുക്ക് വിളിക്കാനുള്ളത് നമ്മുടെ കുട്ടികളെയാണ്. ഇന്നിവിടെ പെർഫോം ചെയ്യാൻ വരുന്നത് ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 5 വിദ്യാർത്ഥികളാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ 3 പേര് ശ്രീരാമൻ്റെ 3 വേഷങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ വേറെയുള്ള 2 പേര് ഡിബേറ്റ് ആണ് ചെയ്യുന്നത്. 3 പേരിൽ ശ്രീരാമൻ്റെ 3 വേഷങ്ങളാണ്. ഒന്ന് ശ്രീരാമൻ്റെ പ്രണയം, ശ്രീരാമൻ്റെ ഭക്തവാത്സല്യം, അതുപോലെ തന്നെ ശ്രീരാമൻ്റെ വീരം എന്നുള്ള 3 കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അങ്ങനെ 2 മുനികുമാരന്മാരും ഒരു രാജകുമാരനാണോ? ആദ്യം പേര് പറഞ്ഞു തുടങ്ങാം. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എത്രാം ക്ലാസ്സിലാണ്? +1 പഠിക്കണം. മോള്? നിത്യശ്രീ 7th പഠിക്കണം. 7th. മാധവ് കൃഷ്ണ 8th. ഇന്ന് ഏത് ക്യാരക്ടറാ ചെയ്യുന്നത്? രാമൻ. രാമന്റെ 3 ഭാവങ്ങളാണ്. ഏത് ഭാവമാണ്? വീരം. വീരം, പ്രണയം, പ്രണയം, ഭക്തവാത്സല്യം. ഭക്തവാത്സല്യം. ഓക്കെ. ഇനിയിപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ സ്കിറ്റില്, നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നില്ല? ഇയാൾ ഉണ്ടായിരുന്നില്ല അല്ലേ? ഫസ്റ്റ് ടൈം. മോൻ ഉണ്ടായിരുന്നില്ല? മോളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഏത് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ? അത് തന്നെ. മുരളിച്ചേട്ടൻ പല റൗണ്ടുകളിലും നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കും പെർഫോമൻസ്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കിയെല്ലാം കണ്ടറിയാം. ഓൾ ദി വെരി ബെസ്റ്റ്. അമ്പും വില്ലും കരങ്ങളിലേന്തി ജടാവൽക്കലങ്ങളാൽ വിഭൂഷിതനായി കാനനത്തിൽ ലക്ഷ്മണനോടൊപ്പം സീതയെ തേടുന്ന വിരാട് രൂപൻ ശബരി തപസ്വിനിയെ കണ്ടെത്തുന്നു. മുനിപ്രിയേ, ഇതൊക്കെ
ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എപ്രകാരമാണ് സ്തുതിക്കേണ്ടതെന്ന് നാം പറഞ്ഞു തരാം. തീർത്ഥസ്നാനാദി തപോധാന യാഗാദി കർമ്മങ്ങളല്ല ഈശ്വര ദർശനത്തിന് സഹായിക്കുന്നത്. കളങ്ക സ്പർശമില്ലാത്ത ഭക്തിയാണ് അതിനുള്ള ഉപാധി. ഭക്തിയുടെ പാരമ്യത്തിലാണ് തത്വാനുഭൂതി ലഭിക്കുക. അത് മോക്ഷകാരണമായി ഭവിക്കുകയും ചെയ്യുന്നു. ഭാഗവതാഢ്യേ മുനിപ്രിയേ ശബരി, ഭവതിയുടെ നിസ്തുല ഭക്തിക്ക് മുൻപിൽ നാം സംപ്രീതനായിരിക്കുന്നു. ലക്ഷ്മണ, മുനിപ്രിയയുടെ ആതിഥ്യം സ്വീകരിച്ചാലും. എടുത്താലും. നിർമ്മലമായ ഭക്തിയാലും യമനിയമാദികളോട് കൂടിയ ഉപാസനയാലും ഭദ്രേ ഭവതി മുക്തിക്ക് പാത്രമായിരിക്കുന്നു. നമേ ഭക്ത പ്രണശ്യതി. ലക്ഷ്മണ, വരൂ. സൗത്യകൗശലം നാളിതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഘോരമായ രാമരാവണ യുദ്ധത്തിലാണ് തെളിഞ്ഞു പ്രകടമാകുന്നത്. അശോകവനിയിൽ നിന്നും ജനകപുത്രിയെ മുക്തയാക്കി നമ്മെ ഏൽപ്പിക്കുക. ത്രിലോകത്തിനും ശല്യമായി തീർന്ന ഹേ ദശാനന, നിന്റെ അന്ത്യം എന്റെ കരങ്ങളാലാണ്. രാവണ, നമ്മെ പരീക്ഷിക്കുന്നുവോ? ശക്തരായ നിരവധി രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ നമ്മുടെ ബാണം കൊണ്ട് സാധ്യമാണ് രാവണ. അമ്പുധിയോടും എതിർക്കിലും അമ്പരമമ്പരത്തോടെതിർത്തിയിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. വിഭീഷണ, പോരിൽ മരിക്കുക എന്നത് വീരരാജാക്കന്മാരുടെ ധർമ്മം. വീരസ്വർഗം പ്രാപിക്കാൻ സുഹൃത്തുക്കൾക്ക് മാത്രമേ യോഗമുണ്ടാകൂ. ജ്യേഷ്ഠന്റെ ശേഷക്രിയ നടത്തൂ വിഭീഷണ. സീതാദേവിയുടെ തങ്കവിഗ്രഹത്തിനു മുൻപിൽ ശ്രീരാമചന്ദ്രനുള്ള പ്രണയത്തിന്റെ ഒരു നേർസാക്ഷ്യം. സീതേ, പ്രാണേശ്വരി, രാജധർമ്മത്തിന്റെ പേരിൽ രാജലക്ഷ്മിയെ നിലനിർത്താൻ ഗൃഹലക്ഷ്മിയെ പരിത്യജിച്ചവനാണ് ഞാൻ. ഈ അപചാരത്തിന് എന്ത് ശിക്ഷ തന്നാലും മതിയാകില്ല. ദേവി, ഞാൻ നിന്നെ ദൂരെ ആക്കിയെങ്കിലും മനസ്സിൽ നിന്നും നീ ദൂരെയല്ല. എന്റെ ഹൃദയത്തിൽ നീ പ്രതിഷ്ഠിക്കപ്പെട്ടവളാണ്. കണ്ണു മൂടിയാൽ, കണ്ണു തുറന്നാൽ നീയല്ലേ. നീ മന്ദസ്മിത പ്രഭയാണ്, ലോകോത്തര സൗന്ദര്യമാണ്, സുഗന്ധമാണ്. ഈ പരിമളം എന്റെ സീതയുടെ ഗന്ധമല്ലേ?
ചന്ദ്രതിലകം, ചന്ദ്രതിലകം, തങ്ക വിഗ്രഹനെറ്റിയിൽ ആരോ ചന്ദ്രതിലകം ചാർത്തിയിരിക്കുന്നു. വേറെ ആരായിരിക്കും? സീതയ്ക്കല്ലാതെ വേറെ ആർക്കാണ് ഇതിന് കഴിയുക? സീത വന്നുവോ? സീതേ, എന്റെ പ്രേമം, സീതേ, പ്രാണസഖി. ഈ മൃദുസ്പർശം, ഈ മനോഹര സൗരഭ്യം എന്റെ സീതയുടേതാണ്. മൃദുലാകുലികൾ എന്നെ തഴുകുമ്പോൾ ഞാൻ ചെന്താർ ബാണമേറ്റ് മയങ്ങുന്നു. സീതേ, പ്രാണസഖി, എപ്പോഴോ വന്ന് ഇത്ര പെട്ടെന്ന് മായയായി പോയോ? സീതേ, വൈദേഹി. ശ്രീരാമ രാമ രഘുനന്ദന രാമ രാമ, ശ്രീരാമ രാമ ഭരതാജ രാമ രാമ. അങ്ങനെ നമ്മുടെ പെർഫോമൻസ് അവസാനിച്ചു അല്ലേ? ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ ചോദിക്കാം. നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് സമയം കളയണ്ട. സ്വാമിജി, ആ ഒരു പെർഫോമൻസ് വളരെ നന്നായിരുന്നു. ഉന്മത്തരാഗം എന്ന് പറഞ്ഞിട്ട് വള്ളത്തോള് രാമൻ്റെ പ്രണയത്തെ പറ്റിയൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. രാമൻ്റെ പ്രണയമാണെങ്കിലും വീരഭാവമാണെങ്കിലും ഭക്തവാത്സല്യമാണെങ്കിലും അതിൻ്റെ പരമാവധിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു എത്ര കണ്ട് താതാമ്യം പ്രാപിക്കാൻ സാധിക്കും അത്രയും താതാമ്യം പ്രാപിച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര അഭിനയമായിരുന്നു രാമൻ്റെ ജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതീയർ രാം ലീല എന്നാണ് പറയുന്നത്. രാമൻ്റെ ഈ ഭാവങ്ങളെല്ലാം അഭിനയമായിരുന്നു. രാമൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ധർമ്മം. ആ ധർമ്മം വിട്ടിട്ട് ഒരു പ്രവൃത്തിയും രാമൻ ചിന്തിക്കാറേയില്ല. പറയുന്നുണ്ടല്ലോ, രാമൻ തന്നെ പറയുന്നുണ്ട്, സീതയെ നിന്നെ ഉപേക്ഷിക്കാൻ എനിക്കൊരു പ്രയാസമില്ല, ലക്ഷ്മണനെ ഉപേക്ഷിക്കാം, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, ധർമ്മം എന്ന് പറയുന്നുണ്ട്. അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ നന്നായിട്ട് അത് നിങ്ങൾ ഉൾക്കൊണ്ട് അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. ലക്ഷ്മി ടീച്ചർ, നന്നായിരുന്നു. അവതരണം എന്ന നിലയിൽ നിങ്ങളുടെ പരമാവധി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ചില മിസ്സിംഗ് ഒക്കെ ഇവിടെ ഇരുന്നപ്പോൾ ഫീൽ ചെയ്തത്, ശബരി ലക്ഷ്മണൻ ആദ്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായില്ല. പിന്നെ ശബരി കൊടുത്തത് അത് വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമല്ലേ. ശബരി കടിച്ചു നോക്കി സ്വാദ് അത് നല്ലതാണോ എന്ന് അറിഞ്ഞിട്ടാ കൊടുത്തത്. അപ്പൊ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലിങ്ക് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഭാവം ഡയലോഗിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ശബരിയുടെ ഭക്തി ഒന്ന് ഹൃദയത്തോട് ചേർന്ന് നിന്നേനെ. അതുപോലെ വീരനായ യുദ്ധത്തിൽ നിൽക്കുന്ന രാമൻ, സന്ദർഭങ്ങൾ തിരഞ്ഞെടുത്തത് ഉചിതമായി. ഒരുപക്ഷെ സാഗരത്തോട് സംസാരിക്കുന്ന രാമനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി രാമൻ വളരെ ശക്തമായിട്ടാണ് ആ ഭാവത്തിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. മറ്റൊരു രംഗം എന്ന് പറഞ്ഞേ ഉള്ളൂ, പക്ഷെ ഇത് നന്നായിരുന്നു. പ്രണയഭാവവും ഞാൻ ഏറ്റവും ആസ്വദിച്ചത് രാമന്റെ പ്രണയഭാവം തന്നെയാണ്. ശ്രീരാമൻ എന്ന് പറയുന്ന വലിയൊരു മാതൃകാ പുരുഷന്റെ ഭാവത്തിന്റെ 3 പ്രകടനങ്ങൾ ഹൃദ്യമായി അനുഭവപ്പെട്ടു. നന്നായിരുന്നു. താങ്ക് യു ടീച്ചർ. അലക്സാണ്ടർ സർ, അഭിനയവശാൽ വളരെ നന്നായിരുന്നു. ഞാൻ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യം, ശ്രീരാമൻ ഏകഭക്തി വ്രതക്കാരനായിരുന്നു. പുരാണത്തിലെ പല കഥാപാത്രങ്ങളും ഭഗവാന്റെ അവതാരങ്ങൾ വരെ പലപ്പോഴും ബഹുഭാര്യ വ്രതം എടുത്തിട്ടുണ്ട്. ശ്രീരാമൻ ഏകഭക്തി വ്രതമായിരുന്നു. വിരഹം ഉണ്ടായപ്പോഴും അപഹരിക്കപ്പെട്ടപ്പോഴും ആ ഏകഭക്തി വ്രതം തുടർന്നിരുന്നു. പക്ഷെ വിവാഹത്തിന് ശേഷം സീതാദേവിയും കൊണ്ട് രഥത്തിൽ വരുന്ന അവസരത്തിൽ ശ്രീരാമനും സീതയും തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെ വലിയൊരു ഭാവം വാത്മീകി വരച്ച് കാണിക്കുന്നുണ്ട്. ആ ഭാഗം കുറച്ചുകൂടി യുക്തമായി തിരഞ്ഞെടുക്കാമായിരുന്നു. മറ്റൊന്നുള്ള എനിക്ക് പറയാനുള്ളത്, ഈ ദാസനോട് അല്ലെങ്കിൽ ഭക്തനോടുള്ള ഇത് വരുമ്പം ശബരിയേക്കാൾ കുറച്ചുകൂടി ബെസ്റ്റ് ഹനുമാനായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതെൻ്റെ അഭിപ്രായം മാത്രമാണ്.
വളരെ ശ്രദ്ധേയമായ യുദ്ധത്തിൽ ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ട് ഹതഭാഗ്യനായി നിൽക്കുകയായിരുന്നു രാവണൻ ഫൈനൽ സ്റ്റേജിൽ. പക്ഷേ ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധത്തിലാണ് ശ്രീരാമൻ്റെ ശരിയായ വാലർ പുറത്തു വരുന്നത്. ആ രംഗം കുറച്ചുകൂടി ഭംഗിയായിട്ട് എടുക്കാമായിരുന്നു. കമൻസ് മാത്രമാണ്, പക്ഷെ കുട്ടികളുടെ പെർഫോമൻസ് എക്സംപ്ലറി ആയിരുന്നു. 3 കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. മുരളി ചേട്ടാ. യെസ്, നമസ്കാരം കുട്ടികൾക്ക്. നന്നായിരുന്നു പെർഫോമൻസ്. പറഞ്ഞ വരി കയറി 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 വരികയായിരുന്നു. അത് ഞാനൊരു അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു നല്ല ഒരു പോയിന്റ് പറയാം. മാധവ് അല്ലേ പേര്? യാ. ഓക്കെ. ഇതിൻ്റെ രസം എന്താ വെച്ചാൽ ഇവിടെ ചേച്ചിയായിട്ടുള്ള ഇൻട്രാക്ഷന് വേണ്ടി മാധവ് കടന്നു വന്നപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു മാധവ് വീരമാണ് ചെയ്യാൻ പോകുന്നതെന്ന്. ബിക്കോസ് ദാറ്റ് ബോഡി പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രിപ്പറേഷൻ ആൻഡ് ഇൻറ്റേർണൽ പ്രിപ്പറേഷൻ വാസ് ദെയർ. അതൊരു ആക്ടർക്ക് വളരെ ആവശ്യമുള്ള സാധനമാണ്. ഈ കയറി വരുമ്പോൾ മാത്രമല്ല നമ്മൾ കഥാപാത്രമാവുന്ന നമ്മൾ അതിന് മുമ്പേ ഒരു പ്രിപ്പറേഷനുണ്ട്. ഫുള്ളായിട്ടല്ല, പക്ഷേ എങ്കിലും മോൻ്റെ ബോഡി ലാംഗ്വേജിൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം പേരറിയാത്തതുകൊണ്ട് ബോയ്, വീരം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ അത് മാധവ് എന്നാക്കി. സോ ദാറ്റ് ഈസ് എ ഗുഡ്, നല്ല ലക്ഷണമാണത്. ഒരു നടനാവാനുള്ള ലക്ഷണമാണത്. ബാക്കി മോൻ്റെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് പെർഫോമൻസിലേക്ക് കടക്കാം. നല്ല തുടക്കമായിരുന്നു. മ്യൂസിക്കിൽ നിന്ന് പതുക്കെയുള്ള എൻട്രിയും ഒക്കെ നന്നായിരുന്നു. മോളുടെ പേര് പറയൂ. ശ്രീലക്ഷ്മി. നല്ല തുടക്കമായിരുന്നു. ഈ അക്ഷരം പലപ്പോഴും ഇൻ ആൻഡ് ഔട്ടായിരുന്നു. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷര ശുദ്ധി, സ്ഫുടതയും അത് വരണം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് അത്യാവശ്യം വരണം. ഇതൊന്നും ഞാൻ കുറ്റമായിട്ട് പറയല്ല കേട്ടോ, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. നാളെ വേറെ ചെയ്യുന്ന സമയത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. പിന്നെ ലുക്ക് ഒന്ന് ലക്ഷ്മണനോട് ആ ഡയലോഗ് ഒന്ന് പറഞ്ഞ. ലക്ഷ്മണനോടൊരു ഡയലോഗ്. ലക്ഷ്മണ. ഇപ്പൊ വലിയ കുഴപ്പമില്ല. നേരത്തെ നോക്കിയത് ലക്ഷ്മണ എന്നായിരുന്നു. അതുപോലെ ശബരിയെ നോക്കിയതും ശബരി എന്നായിരുന്നു. അപ്പോൾ അവരൊക്കെ ഏതോ ചെറിയ ആളുകളെ പോലെ തോന്നുക. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അറിയോ? ലക്ഷ്മണനെയും ശബരിയെയും നമ്മൾ മനക്കണ്ണുകൊണ്ട് കാണണം. അവർ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഹൈറ്റ് തന്നെ ആയിരിക്കും അത്, അല്ലേ? അപ്പോൾ ആ പെർഫോം ചെയ്ത സമയത്ത് മോള് നോക്കിയത് മുഴുവനും ഡൗൺ ലുക്കാണ്. ഞാൻ ലുക്ക് എന്ന് 2-3 സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. പിന്നെ ഇറ്റ് ഈസ് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഒരു സാധനമാണ് ആ ഭക്തി എന്ന് പറഞ്ഞ് നിങ്ങളെ സെലക്ട് ചെയ്തത്. അതായത് വളരെ സട്ടിലായിട്ട്, അതാണ് ടീച്ചർ പറഞ്ഞ ഇത് കടിച്ച് കിട്ടിയതാണ്. പക്ഷെ അത് സ്ക്രിപ്റ്റിങ്ങിലാണ് വരേണ്ടത്. കടിച്ച് കിട്ടിയതാണ് എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ലൈൻ വരേണ്ടത് സ്ക്രിപ്റ്റിങ്ങിലാണ്. ഇത് മോളുടെ കുഴപ്പമല്ലാതെ മനസ്സിലായില്ലേ? പക്ഷേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്തരം ആ ഭക്തി എന്നുള്ള പീസിൽ നമുക്ക് ഏറ്റവും സട്ടിലായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. ആ സട്ടിലിറ്റി കുറച്ചുകൂടി വരണമായിരുന്നു. മനസ്സിലായില്ലേ? കാണുക, നോക്കുക, ഈ തന്ന പഴം കയ്യിൽ പിടിക്കുക, അത് കടിച്ചിട്ടുണ്ടല്ലോ എന്ന് അറിയുക, അത് കടിക്കുക എന്ന് പറയുന്ന ആ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്തെടുക്കുന്നത്. കാരണം വളരെ സോഫ്റ്റാണ് ഈ ഭക്തി എന്ന് പറയുന്ന ഈ നിങ്ങളെടുത്ത സീനും സോഫ്റ്റാണ്. പൊതുവെ ഭക്തി രസവും സോഫ്റ്റാണ്. അത് ചെയ്ത് ഫലിപ്പിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷെ എന്നാലും മോളത് കുഴപ്പമില്ലാതെ ചെയ്തു കേട്ടോ. ഓക്കെ. വീരം, ഞാൻ മാധവനുള്ളൊരു ഒരു മാർക്ക് നേരത്തെ തന്നിട്ടുണ്ട്. ഇതിൽ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ മാധവ് തുടങ്ങിയത് വളരെ ബേസിലാണ് ശബ്ദം തുടങ്ങിയത്. അപ്പം ഈ പല ക്യാരക്ടേഴ്സിനും പല റേഞ്ച് ഓഫ് ശബ്ദങ്ങളുണ്ട്, മനസ്സിലായത്? ഇപ്പം ശൂർപ്പണക നമ്മൾ ചിലപ്പോൾ ഒരു ഹൈ പിച്ചിലായിരിക്കും ശൂർപ്പണക ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോയിസ് വരിക. പക്ഷേ ഇവിടെ രാമൻ്റെ നല്ല ബേസിലാണ് മോനത് തുടങ്ങിയത്. നല്ല വോയിസ് ആണ് കേട്ടോ, ബേസിലാണ് തുടങ്ങിയത്, വിച്ച് ഈസ് വെരി ഗുഡ്. പിന്നെ മറ്റൊന്ന്, ഈ അമ്പുമില്ലും ഇല്ലാതെയാണ് നമ്മൾ റിഹേഴ്സൽ ചെയ്തത് അല്ലേ? പക്ഷെ അത് തോന്നില്ല കേട്ടോ. ഇത് യൂസ് ചെയ്തത് ഒരുപാട് തഴമ്പിച്ച ഈ ഒരു വില്ലാളി വീരനെ പോലെയാണത് യൂസ് ചെയ്തത്, വിച്ച് ഈസ് ഓൾസോ വെരി ഗുഡ്. അതൊക്കെ വരുന്നത് എന്തുകൊണ്ടറിയോ? അത് വരുന്നത് ഇൻറ്റേർണൽ ആക്ടിങ് വരുന്നതുകൊണ്ടാണ്. ആകമേ മനസ്സുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് വരുന്നത്. അത് നന്നായിരുന്നു, പിടിച്ചത് നന്നായിരുന്നു, അമ്പ് ചെയ്തത് നന്നായിരുന്നു. അതിൻ്റെ എഫക്ട്സും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ സമയത്തുള്ള എഫക്ട്സ് വാസ് എക്സലൻറ്റ്. അത് നമ്മൾ ചെയ്തതല്ലോ അല്ലേ? അതാരാ ചെയ്ത്? ദേവിക ടീച്ചർ. ദേവിക ടീച്ചർക്ക് അഭിനന്ദനം വേണ്ട, അപ്പോൾ നിങ്ങൾക്ക് മാത്രം പോരല്ലോ അല്ലേ? നന്നായിരുന്നു അത്. പിന്നെ
വിഭീഷണനെ കണ്ടത്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ മോളോട് പറഞ്ഞ പോലെ തന്നെയാണത്. ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഒരാളെ കാണുന്ന വിഭീഷണനെ ഞങ്ങൾ കണ്ടില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ കാണാത്തത്? മോനത് വേണ്ട വിധം കണ്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വോക്കൽ ആക്ടിങ്ങും ബാക്കി നമ്മൾ തന്ന ഗിവൺ എമോഷനൊക്കെ നന്നായിട്ട് ചെയ്തു. പക്ഷേ ഈ ഒരു ചെറിയ സാധനം ഇത് ചെയ്യാവുന്നേ ഉള്ളൂ, കാരണം യു ആർ എ ഗുഡ് ആക്ടർ. അപ്പോൾ ആ കാണുന്നത് മനസ്സുകൊണ്ട് തന്നെ കാണണം, വിഭീഷണനെ കാണുന്നത്. മനസ്സിലായില്ലേ? അത് മാത്രമാണ് ഒരു വിഭീഷണനെ കണ്ടത് നന്നാക്കാമായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു പോയിന്റ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. എനിവേ, വെരി ഗുഡ്, പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. അടുത്തത് മോളുടെയാണ്, പേര് പറയൂ. നിത്യശ്രീ. നിത്യശ്രീ നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ? നിത്യശ്രീ നന്നായിരുന്നു. ഇപ്പം നിങ്ങളുടെ 2 ചാലഞ്ചാണ് നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുള്ളത്. ഒന്ന് ടു കീപ് ദറ്റ് എമോഷൻ, ഒന്ന് ടു ബി ദ ക്യാരക്ടർ എന്നുള്ളത്. ഇപ്പോൾ 2 ചാലഞ്ചും ഉണ്ടായാലും. അപ്പോൾ ഇതിൽ നിത്യശ്രീയുടെയും നേരത്തെ മാധവിൻ്റെ പറഞ്ഞ പോലെ തന്നെ കഥാപാത്രം നന്നായിട്ട് തന്നെ വന്നു. എനിക്കത് തുടക്കത്തിൽ തോന്നി, ഇത് ഞാനിവിടെ ഒരു പ്രണയമാണോ ദുഃഖമാണോ എന്നുള്ളൊരു സംശയം, മുൻതൂക്കം ഏതിനാണ് എന്നുള്ളത്. പിന്നെ അത് കുഴപ്പമില്ല, ശൃംഗാരത്തിൻ്റെ ഒരു വ്യഭിചാരി ഭാവമാണ് ഇപ്പോൾ ഈ ചെയ്തത്. ശൃംഗാരം അതിൻ്റെ വ്യഭിചാരി ഭാവമാണ് ഇപ്പോൾ ചെയ്തത്. വിരഹമാണ് അതിൽ വന്നത്, വിരഹവേദനയാണ്. ആ വേദനയിൽ നിന്ന് വന്ന ദുഃഖമാണ് അത് എന്നുള്ളത് ജസ്റ്റിഫയബിൾ ആണ്, നോ പ്രോബ്ലം. ശ്വാസം, ഡയലോഗ് പറയുന്നതൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ അൺനെസസറി ശ്വാസം കൊണ്ട് അഭിനയിക്കുന്നുണ്ട്. ഇത് കണ്ടു നോക്കുമ്പോൾ അറിയാൻ പറ്റും, റെക്കോർഡ് ചെയ്ത് ഇത് കാണുന്ന സമയത്ത് ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ആവശ്യമില്ല, അതില്ലാതെ തന്നെ ചെയ്യാം. മനസ്സിലായി? ആ ശ്വാസം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ടാണ്, അത് വേണ്ട. ഇനി അത് ശ്വാസം കൊണ്ട്, ഓഫ് കോഴ്സ് നമ്മൾ ആസ് ആൻ ആക്ടർ യു ആർ ഓൾവേസ് യൂസിങ് യുവർ ബ്രീത്ത്. നമ്മൾ ഡയലോഗ് പറയുമ്പോഴും ഓരോ ഇമോഷനിലും നമ്മൾ ബ്രീത്ത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ബ്രീത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയരുത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഹൈഡ് ചെയ്യണം. ബ്രീത്ത് യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല, പക്ഷെ അത് പുറത്തേക്ക് വരരുത്. അതാണ് കാര്യം. അതൊരു വളരെ ഒരു ആക്ടേഴ്സിന് മാത്രം കൊടുക്കുന്ന നോട്ടാണ് കേട്ടോ, അല്ല വെറുതെ ഒരു കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന നോട്ടല്ല അത്. ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് നോട്ട് ഫോർ എ ഗുഡ് ആക്ടർ കേട്ടോ. ഇതിലൊക്കെയും ഏറ്റവും നന്നായത് മറ്റേ ദേവിക ടീച്ചറുടെ ഫിനിഷിംഗ് ആണ്. നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ കണ്ടതിൽ ഏറ്റവും നല്ല ഫിനിഷിംഗ് ആയിരുന്നു നിങ്ങളുടെ സ്കൂളിൻ്റെ ഫിനിഷിംഗ്. ദാറ്റ് വാസ് എക്സലൻറ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുരളി ചേട്ടാ. ഇനിയിപ്പോൾ മാർക്സ് ചോദിച്ചാലോ? നല്ല കമൻസ് അല്ലേ കിട്ടിയത്? ഓക്കെ, സ്വാമിജി, ഔട്ട് ഓഫ് 10? 9 ഔട്ട് ഓഫ് 10. ടീച്ചർ? ഞാൻ 8 മാർക്കാണ്. സർ? അവരുടെ പ്രായത്തിന് ഒരു എക്സാംപ്ലറി ആയിട്ട് ഞാൻ ഒന്നും കുറയ്ക്കുന്നില്ല, 10 ഔട്ട് ഓഫ് 10. 10 ഔട്ട് ഓഫ് 10. മുരളി ചേട്ടാ, ഔട്ട് ഓഫ് 20? ഔട്ട് ഓഫ് 20. ആക്ച്വലി ഞാൻ ഗിവൺ മാർക്ക് 16 പക്ഷെ ആ ഫിനിഷിങ്ങിന് വേണ്ടി 1 മാർക്കും കൂടി ആഡ് ചെയ്ത് 17 മാർക്കും. വെരി നൈസ്, 17 മാർക്ക്. ഇനിയിപ്പം ടോട്ടൽ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന മാർക്ക്, ഇനി ഗസ് ഇല്ല 44. അതന്നെയാണ് മനസ്സിൽ വിചാരിച്ചേ. 45 ഉണ്ടെന്ന്. അപ്പൊ കണക്കൂട്ടൽ ലേശം ഒന്ന് പഠിച്ചു വന്നാലും കുഴപ്പമില്ല. 44 കിട്ടിയിട്ടുണ്ട്. 50-ൽ 44 നല്ല മാർക്കാണ്. അപ്പൊ എന്തായാലും ഈ ചമ്മൽ എന്തായാലും മാറ്റാനായിട്ട് നമുക്കൊരു പാട്ട് പാടിയാലോ? നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. എന്ത് പെട്ടെന്നല്ല ആ പാട്ടിലേക്ക് വന്നത്. ഇങ്ങനെ നിന്ന് ആ ചമ്മല് മാറ്റം പാടാം നേരെ അറിയാതെയൊക്കെ തുടങ്ങി. ഒരു പ്രിപ്പറേഷൻ, ഒന്ന് തൊണ്ട പോലൊന്ന് ഇതാക്കിയില്ല. പഠിക്കുന്നുണ്ടോ പാട്ട്? പാട്ട് പഠിക്കുന്നുണ്ട്. ഓ, ആരുടെ കീഴിലാണ് പഠിക്കുന്നത്? ഞാൻ വിമല വേണുഗോപാൽ എന്ന് പറഞ്ഞു. അതെ, എന്തായാലും നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. കുറെ നാളായിട്ട് പഠിക്കുന്നുണ്ടാവും അല്ലേ? ഓരോരോ കൊല്ലം ആവണോ? 1 കൊല്ലം ആവുന്നേ ഉള്ളൂ. ശരിക്കും പഠിച്ചിട്ട് 1 കൊല്ലം ആവണേ ഉള്ളൂ. ഓ, അപ്പം പാട്ട് ചെറുതായിട്ട് പാടുമായിരുന്നു, ശരിക്കും പഠിക്കാൻ തുടങ്ങിയിട്ട് 1 കൊല്ലം ആവുന്നുള്ളൂ. പക്ഷെ മനോഹരമായിരുന്നു.
ഇനിയിപ്പം അടുത്ത റൗണ്ടിലൊക്കെ വരുമ്പോൾ ഞാനിത് നോട്ട് ചെയ്ത് വെച്ചിട്ട് മോളെ കൊണ്ട് പാട്ട് പഠിക്കാം. അപ്പൊ എല്ലാ പ്രാവശ്യം വരുമ്പോഴൊന്ന് പ്രിപ്പയർ ചെയ്തു വന്നോ. റെഡിയാണ്, കുഴപ്പമില്ല അല്ലേ? അപ്പൊ എന്തായാലും നല്ല മാർക്ക് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. നല്ല പാട്ടും കേട്ടു. അപ്പൊ നമുക്ക് ഈ ഒരു റൗണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പൊ അടുത്ത റൗണ്ടുകളിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം കണ്ടത് വിഭീഷണന്റെ ശ്രീരാമപ്രാപ്തി ന്യായമോ എന്നുള്ള വിഷയത്തിനെ ആസ്പദമാക്കിയ ഒരു ഡിബേറ്റ് റൗണ്ടായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ശ്രീരാമന്റെ 3 ഭാവങ്ങളാണ്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി. ശുഭദിനം.